നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണവും GRC സംഗമവും നടത്തി. കൊടകര കാർഷികേതര വികസന സഹകരണ സംഘത്തിന്റെ ആളൂർ കൊമ്പുടിഞ്ഞാമാക്കൽ ശാഖ ശനിയാഴ്ച മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണം നടത്തി. LDF കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. മരക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണവും GRC സംഗമവും നടത്തി. കൊടകര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. വനിതാ പോലീസ് സ്റ്റേഷൻ ASI സീമ MS വനിതാ ദിനത്തെക്കുറിച്ച് സംസാരിച്ചു. സിവിൽ പോലീസ് ഓഫീസർ ഷാജു എന്നിവർ സെൽഫ് ഡിഫൻസ് ക്ലാസ് എടുത്തു. പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പരിപാടി CDSന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം വേറെ പ്രോഗ്രാമുകളുണ്ട് എന്നാണ് രാജീവ് പറഞ്ഞത്. ഇന്നല്ല, വേറെ ദിവസങ്ങളിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ICDS ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ വേറൊരു പരിപാടി കൂടി നമ്മൾ 18-ാം തീയതി ചെയ്യുന്നുണ്ട്. അന്ന് നിങ്ങളെല്ലാവരും വരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് തൊഴിൽ കൊടുക്കാൻ ഭയങ്കര നിസ്സാരമായൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തൊഴിൽ കുടുംബശ്രീയുടെ യോഗങ്ങളിലൂടെയൊക്കെയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും തൊഴിൽ മേഖലകളൊക്കെ വരുമ്പോൾ എന്തായാലും ചർച്ച ചെയ്യും. കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണം നടത്തി. പേരാമ്പ്രയിൽ നടത്തിയ ദിനാചരണം MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പുഷ്പാകരൻ തോട്ടുംപുറം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് തെക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. പാലി ഉപ്പുംപറമ്പിൽ ഭാരത് ജനറൽ കൺസ്യൂമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KC കാർത്തികേയൻ, ജോസഫ് ജോർജ്, MP ദേവസിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ലോക ഉപഭോക്തൃ ദിനം ആചരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളും ഇവിടെ ഈ സുദിനം ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബഹുമാന്യ MLA, ഞാൻ വീണ്ടും പറയട്ടെ, ചാലക്കുടിക്ക് കിട്ടാവുന്ന ഒരു നല്ലൊരു MLA ആണ് ശ്രീ സനീഷ് കുമാർ അവറുകൾ. അദ്ദേഹം ഇനിയും MLAയും നല്ല മന്ത്രിയും ഒക്കെ ആവട്ടെ എന്ന് ഈ അവസരത്തിൽ. കൊടകര കാർഷികേതര വികസന സഹകരണ സംഘത്തിന്റെ ആളൂർ കൊമ്പുടിഞ്ഞാമാക്കൽ ശാഖ ശനിയാഴ്ച മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന ചടങ്ങിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും. സനീഷ് കുമാർ ജോസഫ് MLA സ്ട്രോങ് റൂം ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KR ദിനേശൻ, സെക്രട്ടറി KS ഷീല, വൈസ് പ്രസിഡന്റ് നന്ദകുമാർ ചക്കമലിശ്ശേരി, ഡയറക്ടർ NB മോഹനൻ, KS ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. LDF കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. കേന്ദ്ര ഗവൺമെന്റ് കേരള വിരുദ്ധ ബജറ്റിനെതിരായി മാർച്ച് 17 രാവിലെ ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചും ധർണയും വിജയിപ്പിക്കുന്നതിനായി ചേർന്ന കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കൺവീനർ PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ സോജൻ D വിധേയത്തിൽ, PS വിജയൻ, KK തോമസ്,
പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ്, CM ബബീഷ്, KU വർഗീസ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു. മുന്നിട്ട് നിൽക്കുന്ന കേരള സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ രണ്ട് ടേം ഭരണം മൂന്നാമതും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായി കഴിഞ്ഞ ബഡ്ജറ്റില് ശ്രീമതി നിർമ്മലാ സീതാരാമൻ മറ്റത്തൂർ ശ്രീകൃഷ്ണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സർഗസല്ലാപം സംഘടിപ്പിച്ചു. പ്രിയമൊഴി 2024-25 ഭാഗമായി നടത്തിയ സർഗസല്ലാപത്തിന് മാധ്യമപ്രവർത്തകൻ K. പ്രസാദ് നേതൃത്വം നൽകി. പ്രിൻസിപ്പൽ മായ മേനോൻ അധ്യക്ഷത വഹിച്ചു. ലേഖ സജീവ് സ്വാഗതം ആശംസിച്ചു. അധ്യാപകരായ സുമ ബാബുവും മാളവിക വിജിയും പരിപാടിക്ക് നേതൃത്വം നൽകി. തേശ്ശേരി AUP വിദ്യാലയത്തിൽ പഠനോത്സവം നടന്നു. PTA പ്രസിഡന്റ് ജയൻ അമ്പാടന്റെ അധ്യക്ഷതയിൽ 7ാം വാർഡ് മെമ്പർ സജനി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ലിജേഷ്, ജ്യോതി, ഫാബി, ഷീബ, സിന്ധു എന്നിവർ പ്രസംഗിച്ചു. പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പുസ്തകത്തിലുള്ള പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള വിഷയങ്ങളിലും കൂടി നിങ്ങൾ മിടുക്കന്മാരാവണം. അത് തന്നെയാണ് നമ്മളുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഉയർച്ച. ആ ഉയർച്ചയ്ക്ക് ടീച്ചേഴ്സ് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായി പഠിക്കാനും പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തുന്ന സൌജന്യ നേത്രരോഗ തിമിര നിർണയ ക്യാമ്പ് മാർച്ച് 16 ഞായറാഴ്ച നടക്കും. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി 161ാമത് സൌജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പാണ് മാർച്ച് 16 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയാണ് ക്യാമ്പ്. പങ്കെടുക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. എല്ലാ മാസത്തെയും 3ാമത്തെ ഞായറാഴ്ചയാണ് ക്യാമ്പ്. ഭാരവാഹികളായ P. രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, K. സഞ്ജീവ് മേനോൻ, അനിൽ വടക്കേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അടുത്ത നാളുകളിൽ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച ഈ ക്യാമ്പ് തുടരുകയാണ്. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഈ വരുന്ന ഞായറാഴ്ച, അതായത് മാർച്ച് 16 ക്യാമ്പ്. ആലത്തൂർ ALP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. 1 വർഷം നീണ്ട പാഠ്യേതര പ്രവർത്തനങ്ങളുടെ കൊട്ടിക്കലാശമായ പഠനോത്സവത്തിൽ LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും പങ്കെടുത്തു. പറപ്പൂക്കര പഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ TK സതീശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുനിൽ PS അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്റ്റേഴ്സ് PM ജിൻസ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഗോവിന്ദ് MM നന്ദിയും അറിയിച്ചു. MPTA പ്രസിഡന്റ് സുമി ബൈജു, അധ്യാപകരായ രശ്മി NS, ഇന്ദിര M, അനൂപ് CG, മുൻ വാർഡംഗം ജലജ തിലകൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ പഠന മികവുകൾ അവതരിപ്പിച്ചു. വീണ്ടും പുറപ്പെട്ടു. കൊട്ടാരം കാണാൻ. ഞങ്ങൾ മാണ്ടായികളല്ല. മാണ്ടായികളല്ലെങ്കിൽ പോലീസുകാരെ പേടിപ്പിച്ചതെന്തിനാ? എന്റെ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്, മാണ്ടായികൾക്ക് ഉണ്ട കണ്ണും വലിയ ചെവിയും വലിയ വാലുമുണ്ടെന്ന്. മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MD ദേവരാജ് അധ്യക്ഷനായി. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര ASI സാജു പൌലോസ് നേതൃത്വം നൽകി. ചാലക്കുടി ഉപജില്ലയിൽ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം നടത്തി. സീനിയർ അധ്യാപകൻ നെൽസൺ പോൾ, ട്രസ്റ്റ് പ്രസിഡന്റ് ദിനേശ് പരമേശ്വരൻ, സെക്രട്ടറി രേണു കലാധരൻ, സ്റ്റാഫ് സെക്രട്ടറി KV അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ മികവുകളുടെ അവതരണം നടത്തി. സ്വർണ്ണവില
ഗ്രാമിന് 8,230 രൂപ, പവന് 65,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണവും GRC സംഗമവും നടത്തി. കൊടകര കാർഷികേതര വികസന സഹകരണ സംഘത്തിന്റെ ആളൂർ കൊമ്പുടിഞ്ഞാമാക്കൽ ശാഖ ശനിയാഴ്ച മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണം നടത്തി. LDF കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. മരക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.